ഇന്ന് കല്യാണം കഴിയുന്ന എല്ലാ ആളുകളെയും അല്ലെങ്കിൽ ചെക്കന്മാരുടെ ഒരു കൺഫ്യൂഷനാണ്. ഡോക്ടർ എനിക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റുമോ? ആദ്യരാത്രിയൊക്കെയാണല്ലോ വരുന്നത്. എനിക്കൊരു മണിക്കൂർ, 1½ മണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം? നല്ലപോലെ ബന്ധപ്പെടാൻ പറ്റണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് പോവും. പക്ഷേ ഈ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞ പോലെ വളരെ ചുരുങ്ങിയ സെക്കൻഡുകൾ കൊണ്ട് സ്ഖലനം സംഭവിച്ചിട്ട് ഭാര്യന്റെ മുമ്പിൽ നാണം കെട്ടിട്ട് നമ്മളെ ക്ലിനിക്കിൽ വന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിങ്ങനെ സങ്കടമായിട്ട് പറയാം, "ട്ടോ അതെ. സാറേ, ഞാനും എൻ്റെ വൈഫും വളരെ എക്സ്പെക്റ്റേഷനിലൂടെ ആയിരുന്നു നമ്മൾ ആദ്യ രാത്രിയിൽ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ സാറേ, എനിക്ക് ഫോർ പ്ലേ ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ എനിക്ക് സ്ഖലനം സംഭവിച്ചു. അല്ലെങ്കിൽ ഫോർ പ്ലേ ചെയ്ത് കഴിഞ്ഞു, ഒന്ന് പെനട്രേഷൻ എത്തുന്നതിന് മുമ്പ് സ്ഖലനം സംഭവിച്ചു." ഇത്തരം പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഇനി ഇതൊന്നും നിങ്ങൾ പേടിക്കണ്ട ട്ടോ. നിങ്ങൾക്ക് നല്ല പോലെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ് മാറ്റിയിട്ട് നിങ്ങൾക്ക് നല്ല പോലെ നിങ്ങളുടെ സെക്ഷൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് നല്ല പോലെ നിങ്ങളെ ഭാര്യയെ തൃപ്തിപ്പെടുത്താനും നിങ്ങൾക്ക് നല്ലപോലെ സന്തോഷം, നിങ്ങൾക്കൊരു സുഖം കിട്ടാനും എന്നുള്ള രൂപത്തിലൊക്കെ ആവുന്ന രൂപത്തിലേക്ക് നമുക്ക് നിങ്ങളെ ഈ പ്രശ്നം മാറ്റിയിട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ്. നമ്മുടെ അടുത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് വരുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികൾ. കാരണം അവർ വരുന്നത് എപ്പോഴെങ്കിലും നാട്ടിൽ വരുന്ന ആളുകളായിരിക്കും. ചിലപ്പോൾ വർഷത്തിൽ ഒരു മാസം വരുന്ന ആളുകളുണ്ടാവും. അല്ലെങ്കിൽ 2ഓ 3ഓ വർഷങ്ങളായിട്ട്. വർഷങ്ങൾ കൂടുന്ന സമയത്ത് ഒരു മാസത്തിൽ ഒരു മാസമൊക്കെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഉണ്ടാവും. അപ്പോൾ അവർ അത്ര എക്സൈറ്റ്മെന്റിലായിരിക്കും അവരിവിടെ വന്നിട്ടുണ്ടാവുക. പക്ഷെ ആ എക്സൈറ്റ്മെന്റ് വന്ന് ഒക്കെ ബെഡ്റൂമിൽ കയറി എല്ലാം 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു ബുദ്ധിമുട്ടാവുന്ന രൂപത്തിൽ ഒന്നെങ്കിൽ പോകുന്നു. ലിംഗം ഉദ്ധരിക്കാത്ത പ്രശ്നങ്ങൾ വരാറുണ്ട്. സ്വന്തം ഭാര്യനെ കണ്ടിട്ട് പോലും ഉദ്ധരിക്കാത്ത പ്രശ്നങ്ങൾ. ഇപ്പോൾ അവര് സാധാരണ സ്ത്രീകളെ നോർമലി കണ്ടാൽ തന്നെ ഉദ്ധരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ ഭാര്യയെ നഗ്നയായിട്ട് കണ്ടിട്ട് കണ്ടു. പോലും എനിക്ക് ഉദ്ധാരണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ, കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, വന്നിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് അവർക്ക് തീരെ പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുക. സംഭവിക്കാം. ചില ആളുകൾ പറയാറുള്ളത്, സാറേ, ഫോർ പ്ലേ ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് എന്ത് ചെയ്യാണ്, സ്ഖലനം സംഭവിക്കാം. സംഭവിക്കുകയാണ്, എനിക്ക് തീരെ ടൈമിങ് കിട്ടുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർ പ്ലേ ഒക്കെ കഴിഞ്ഞു അവർ ആ പെനട്രേഷനിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ടീം പറയുന്നതാണ്, പെനട്രേഷൻ ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷേ അതൊരു സുഖം കിട്ടുന്ന സമയത്ത് ഒരു പൂർണ്ണമായിട്ട് നമ്മൾ ആ ഒരു പെനട്രേഷന്റെ സുഖം കിട്ടുന്നതിന് മുമ്പേ ആ ഒരു ഭാര്യക്കായാലും ഭർത്താവിനും ഈ സുഖം കിട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്യാണ്, ഈ ഭർത്താവിന് സ്ഖലനം സംഭവിക്കുകയാണ്. ഇത് കാരണം വളരെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലിയിൽ വളരെ ഇഷ്യൂസ്, ഭാര്യയും ഭർത്താവും കിട്ടുന്നുണ്ട്. തമ്മിൽ നിങ്ങൾക്ക് എന്താ കഴിവില്ലേ, നിങ്ങളൊരാണാണോ എന്നോ ചോദ്യം ചെയ്തിട്ട് അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റും. നിങ്ങൾക്ക് ഉദാഹരണത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, അതും ഇതിലെ തന്നെ എന്ത് ചെയ്യും, ക്ലിയർ ആവും. നല്ലപോലെ ക്ലിയർ ചെയ്ത് തരും എന്നുള്ളതാണ്. കാരണം അങ്ങനെ അത്രയും എക്സ്പീരിയൻസ് നമ്മളെ മുമ്പിലുണ്ട്. കാരണം പല കുടുംബ ബന്ധങ്ങൾ തെറ്റുന്നത് കാരണം ഇത് ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഒന്നുകിൽ ഉദാഹരണ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ശീഘ്രസ്ഖലനം ഉണ്ട്. എന്നിട്ട് ഭാര്യയായിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഭാര്യയോട് സംസാരിച്ച് ഒന്ന് ഇടകൾക്ക് അല്ലെങ്കിൽ ഒന്നൊരു റൊമാൻറ്റിക് ആകുമ്പോഴേക്കും എന്ത് ചെയ്യാണ്, സ്ഖലനം സംഭവിക്കുകയാണ്. അപ്പോൾ ഭാര്യ ചോദിക്കും, അല്ലെ ഭാര്യ എനിക്ക് ഈ പ്രശ്നമുള്ളത് അറിയും എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറാതെ നിൽക്കുക, അത് പിന്നീട് ബന്ധം വഷളാവുക. എന്നിട്ട് അത്തരം ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, ഈ രക്തയോട്ടം കൂട്ടാൻ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഹാബിറ്റ്സ് ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഡോക്ടർ സിറാജ് സാറാണ്. ക്യൂൺ ബി ഹെൽത്ത് കെയർ താമരശ്ശേരിയിലെ യുനാനി കൺസൾട്ടന്റ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള നമ്മൾ ആ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സർ, ഇപ്പോൾ ഞാൻ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് യെസ്, ചെയ്തല്ലോ. യെസ്. ആ ഡിസ്കസ് ചെയ്തതിൽ എനിക്ക് ആദ്യം അറിയേണ്ടത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. ഇപ്പൊ കാരണങ്ങൾ അറിയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് യെസ്, ഒഴിവാക്കാം, യെസ്. കൊടുക്കാലോ. എന്താണ് ഇത്തരം പ്രശ്നങ്ങൾ പെട്ടെന്ന് സ്ഖലനം സംഭവിക്കാനുള്ള കാര്യം? ഈ പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുന്നതിന് റീസൺസ് ഒരുപാടുണ്ട്. ഉം, സ്പെസിഫിക് ആയിട്ടല്ലെങ്കിലും ഒരുപാട് ആളുകളെ ബാധിച്ച ചില റീസൺസുകളുണ്ട്. ഉം, അത് നമ്മൾ കുറേയൊക്കെ കൺട്രോൾ ചെയ്താൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതിന് എടുത്തു പറയാനുള്ളത്, ഇതിന് സ്പെസിഫിക് മെഡിസിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്താണ്, നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. ചില ഉം. ആളുകൾ ചില ശീലങ്ങളുണ്ടാവും. ആ അതെ. ശീലങ്ങൾ നമ്മൾ ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ മാറ്റണം. ഇപ്പോൾ പൊതുവേ അവരെ ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഭക്ഷണത്തിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉം, ചിലപ്പോൾ നല്ല സ്പൈസി ഫുഡ് കഴിക്കുന്ന ശീലമുള്ള ആളുകൾ, അതുപോലെ ഉം, എസ്പെഷ്യലി നോൺ വെജ് കൂടുതൽ കഴിക്കുന്ന ആളുകൾ, ഉം, അതുപോലെ ഹൈഡ്രേഷൻ വെള്ളം കൂടി നല്ല കുറവുള്ള ആളുകൾ, സ്ട്രെസ്സ് കൂടിയ ആളുകൾക്കൊക്കെ ഇത് പൊതുവായിട്ടുണ്ടാകുന്ന സാധനം. അപ്പോൾ ഉം, ഇങ്ങനെയുള്ള ആളുകൾ എസ്പെഷ്യലി അതുപോലെ തന്നെ സ്ട്രെസ്സ് കൂടുതലായിരിക്കും, ഉം, അതുപോലെ ആങ്സൈറ്റി കൂടുതലാണ്. എല്ലാത്തിലും ഒരു ബേജാറുണ്ടാവും, ഉം. എന്ത് സാധനത്തിലും ബേജാറുണ്ടാവും. ആ ബേജാറ് കൊടുക്കെത്തും ഈ ഒരു ഇവിടേക്ക് എത്തും. സെക്ഷൽ അതെ, അതെ. ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു ആൻസൈറ്റി ഉണ്ടാവും. ഉം, എന്താവും അങ്ങനെ ആ ഒരു ബേജാറിൽ എന്ത് ചെയ്യും,
ആ ഒരു ഫീലിങ്സ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന അവസ്ഥ വരും. അതേപോലെ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും, സ്ഖലനം സംഭവിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആക്ച്വലി എന്ത് ചെയ്താൽ മതി, അവരുടെ പ്രശ്നം എന്താണ് സ്പെസിഫിക് ആയാലും ചിലപ്പോൾ ടെൻഷൻ ആയിരിക്കാം, അതെ. ചിലപ്പോൾ ഓവർ തോട്ട്സുകളായിരിക്കാം. ഉം. ഈ പറഞ്ഞതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ പല പ്രതീക്ഷകളായിട്ട് വരും. ഉം. ആ പ്രതീക്ഷകൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മുടേതായിട്ടുള്ള ഒരു എൻജോയ്മെന്റിലേക്ക് എത്താൻ പറ്റൂല, അതെ. നമ്മുടെ റിയാലിറ്റിയിലേക്ക് എത്താൻ പറ്റില്ല. ഡ്രീംസിൽ നിന്നിട്ട്, സ്വപ്നത്തിൽ നിന്നിട്ടായിരിക്കും ഇവിടെ എന്തെങ്കിലും ബെഡ്റൂമിൽ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ആക്ച്വലി ഉദാഹരണത്തെ ബാധിക്കുന്നതാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് ടൈമിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്താണ് സെക്ഷൽ ഹെൽത്ത് എന്നുള്ളതും അത് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടാവും, ചില കണ്ടീഷനുകൾ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ടാവും. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നല്ല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതിന് മെഡിസിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്താണ്, ലൈഫ് സ്റ്റൈൽ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഡിസ്കസ് ചെയ്യണ്ടാവും. യെസ്. ഒന്ന് അവരെ ഫുഡ് കൺട്രോൾ എങ്ങനെ ഇത് വരുത്തണം എന്നുള്ളതുണ്ടാവും. അതുപോലെ അവർ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുണ്ടാവും, എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നുണ്ടാവും, അവർ ചെയ്യേണ്ട എക്സസൈസുകൾ ഉണ്ടാവും, യെസ്. അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഇപ്പോൾ സപ്ലിമെന്റ്സ് ആയിട്ടോ. ചില ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്കൊന്ന് എൻ്റെ ഇത് സമയം കുറഞ്ഞെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പല മെഡിസിൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഭയങ്കര എനിക്കുള്ളതിനേക്കാളും ഭയങ്കര എക്സ്ട്രാ ഒരു 10x ഒക്കെ നമുക്ക് അതിൻ്റെ സ്പീഡും അതിൻ്റെ ടൈമിങ്ങും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പതിയെ പതിയെ എന്ത് ചെയ്തു, അതെടുത്തിട്ട് പോലും അതായത് അത്ര കാലം ഉണ്ടായിരുന്നതിനേക്കാളും വളരെ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു ടൈമിങ്. അതിപ്പോ നോർമലി ഒരു എന്താ പറയാ, ഒരു മിനിറ്റ് ഒക്കെയാണ് ഇപ്പോൾ 10 ചോടെയാണ് ഇപ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നമ്മളുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ലൈഫ് സ്റ്റൈലിലെ കാര്യങ്ങൾ പറയുകയാണെന്ന് നിനക്ക് ഇപ്പോൾ മെന്റലി ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സാറ് ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മുടെ സ്ട്രെസ്, അതിൻ്റെ എന്താ പറയുക, നമ്മുടെ അതിൻ്റെ ആങ്സൈറ്റികൾ, പിന്നെ പ്രത്യേകിച്ച് വർക്ക് ലോഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ലൈഫ് സ്റ്റൈലാണ് നമ്മളെല്ലാ പേഷ്യൻസിനും പറയുന്ന പോലെ തന്നെ നിങ്ങളെ വർക്കും സ്ട്രെസ്സും ബെഡ്റൂമിന് പുറത്ത് വെച്ചിട്ട് മാത്രമേ നിങ്ങൾ ബെഡ്റൂമിൽ കയറാൻ പാടുള്ളൂ. അപ്പോൾ കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് സന്തോഷത്തോടെ ആ ബെഡ്റൂമിൽ നിൽക്കാൻ പറ്റുള്ളൂ. ബെഡ്റൂം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ നിൽക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങളത് കീപ്പ് ചെയ്തുകൊണ്ടാകും. ഇനി നമ്മളിപ്പോൾ ലൈഫ് സ്റ്റൈലിലേക്ക് സാറോട് തന്നെ പോയി ചോദിക്കാം, സാർ നമ്മൾ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഭക്ഷണങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത്? എസ്പെഷ്യലി പ്രോസസ്ഡ് ഫുഡുകൾ, അതായത് എസ്പെഷ്യലി ചിക്കൻ, വറുത്തത്, കരിച്ചത്, പൊരിച്ചത്, ഇങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, ഇന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മോഡേൺ ഫുഡുകൾ, അങ്ങനെ വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. ആ ഭക്ഷണങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കുക തന്നെ വേണം എന്നുള്ളതാണ്. ബോഡിക്ക് എപ്പോഴും കാംനെസ് കിട്ടുന്ന, ഈസിലി ഡൈജസ്റ്റ് ആകുന്ന, ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി പ്രീമച്ചുർ ഇജാക്കുലേഷൻ വേറൊരു സംഗതി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ പൊതുവേ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ള ആളുകൾ സെക്ഷൽ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ കൂടുതൽ കഴിക്കുന്ന സാധനമാണ് മുരിങ്ങ. മുരിങ്ങ നമ്മൾ നല്ലോണം കഴിക്കും. അതുപോലെ നേന്ത്രപ്പഴം നമ്മൾ നല്ലോണം കഴിക്കും. അതുപോലെ ഈത്തപ്പഴം നല്ലോണം കഴിക്കും. ഞാൻ പറയുന്നത് അതുപോലെ നോൺ വെജ് നല്ലോണം കഴിക്കും. കാരണം അതെല്ലാം പ്രോട്ടീനാണ്, ഭയങ്കര ഒരു എനർജി കിട്ടുന്ന സാധനം. പക്ഷേ പ്രീമച്ചർ ഇജാക്കുലേഷൻ നിങ്ങൾക്ക് നല്ലോണം ഉണ്ട്, ബോഡി ടെമ്പറേച്ചർ കുറച്ചൊരു ഹൈ, ചില ആളുകൾക്ക് ഉണ്ടാവും പെട്ടെന്ന് ഒരു ബോഡിയൊക്കെ ഭയങ്കര ഹീറ്റുള്ള മാതിരി. ഇപ്പോൾ പാർട്ട്ണർ ചിലപ്പോൾ പറയും എപ്പോഴും പനിക്കണുണ്ടോ, എപ്പോഴും ഒരു ബോഡി ഒരു ചൂടുണ്ടല്ലോ. അതേപോലെ തന്നെ അവർക്ക് ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും, മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നം ഉണ്ടാവും, ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും, ഒരു മെറ്റബോളിസം കുറച്ച് കൂടുതലായിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾ. അപ്പോൾ അങ്ങനെ ഉള്ള വ്യക്തികൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഈ പറഞ്ഞ സാധനം കഴിക്കരുത്. അതായത് ഞാൻ പറഞ്ഞത് മുരിങ്ങ, ഈ ഈത്തപ്പഴം, നേന്ത്രപ്പഴം, ഇങ്ങനെയുള്ള സംഗതിയിൽ ആര് കഴിക്കരുത്, നല്ല രീതിയിൽ പ്രീമച്ചുർ ഇജാക്കുലേഷൻ ഉള്ള ആളുകൾ വല്ലാതെ കഴിക്കരുത്. ഇതൊക്കെ എന്താണ് ഹൈപ്പർ ആകുന്ന സഹായിക്കുന്ന സംഗതികളാണ്. അതുപോലെ നല്ല ഉദാഹരണമുണ്ട്, ആ ഉദാഹരണം ഉള്ള ആളുകൾ ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഇതൊക്കെ നല്ലതാണ്, അതൊന്നും മോശമുള്ള സാധനമൊന്നുമല്ല. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന്, ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു, ഉദാഹരണം തീരെ കിട്ടുന്നില്ല, അവരിത് കഴിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല, അവർക്ക് സ്ട്രെങ്ത് കിട്ടും. അതേസമയം ടൈമിങ് കിട്ടാത്ത ആളുകൾ ടൈമിങ് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല, ടൈം വീണ്ടും കുറയും. അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. അതേസമയം അവർക്ക് എന്ത് ചെയ്യാം, ഈ തണ്ണിമത്തം നല്ലതാണ്. അതേപോലെ തന്നെ കക്കരി കടൽ, കുക്കുംബർ, അത് കഴിക്കണം നല്ലതാണ്. അതുപോലെ പാലുൽപ്പന്നങ്ങൾ, ഡയറീസ്, എസ്പെഷ്യലി യോഗേട്ട് പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം നല്ലത്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് എപ്പോഴും ഒരു കാംനെസ് കിട്ടുന്ന, ഈസിലി ഡൈജസ്റ്റബിൾ ആവുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സുകൾ, ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കണം. അതുപോലെ നട്ട്സുകൾ നമുക്ക് കഴിക്കാം. ഇപ്പോൾ ഈത്തപ്പഴം നമ്മൾ നട്ട്സിൽ ചേർത്ത് കാണുന്ന സംഗതിയാണ്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള നട്ട്സുകൾ എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം. ഒമേഗ 3 പോലുള്ള സംഗതികൾ കഴിക്കാം, അതൊക്കെ വളരെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ഫുഡുകളും എല്ലാവർക്കും പറ്റൂല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രീമച്ചുർ ഇജാക്കുലേഷൻ ഉള്ള ആളുകൾ
ഒരിക്കലും എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ മാക്സിമം എന്ത് ചെയ്യണം, ഇങ്ങനത്തെ സംഗതികൾ ഒഴിവാക്കുക. ബോഡിക്ക് കാംനെസ് കിട്ടുന്ന, ഒരു സുക്കൂന് കിട്ടുന്ന സംഗതികൾ എന്ത് ചെയ്യണം, നമ്മൾ കഴിക്കണം. അപ്പോൾ നമ്മൾ ടോട്ടലി ആ ഒരു ആങ്സൈറ്റിയും അവരുടെ ഒരു ഡിപ്രഷനും ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എന്ത് ചെയ്യും, ഒന്ന് ഡൗൺ ആവും, ഒന്ന് കൂളിംഗ് ആവും. ബോഡി എന്ത് ചെയ്യും, ആ ഒരു ഹൈപ്പറിനെ ഒന്ന് നോർമലിലേക്ക് എത്തിക്കാൻ സഹായിക്കും. അപ്പോൾ അത് എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിനോടും ഞാൻ പറയുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ സാധനം. അപ്പോൾ അവരോട് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ, ഡോക്ടർ ഞാൻ ഫുള്ള് എന്താണ്, ഞാൻ പുറത്തുനിന്നാണ്. അല്ലെങ്കിൽ അവർ പറയുന്നത് എന്താണ്, ഈത്തപ്പഴം ഞാൻ നല്ലോണം തിന്നുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമായിരിക്കില്ല കേട്ടോ, ഇതിന് കൂടെ അവർക്ക് അസിഡിറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും, മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും, നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ പെട്ടെന്ന് ടെൻഷൻ, ആങ്സൈറ്റി, ഉറക്കം കിട്ടാത്ത പ്രശ്നം ഉണ്ടായിരിക്കും, അതുപോലെ യൂറിക് ആസിഡ് കൂടുന്ന അവസ്ഥ വരിക, ചിലപ്പോൾ സ്റ്റോണിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും, ഡീഹൈഡ്രേഷൻ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കും. ഇതെല്ലതും മാറാൻ സിമ്പിളാണ്, ഈ പറഞ്ഞ പണിയെടുത്താൽ മതി. നല്ല വെള്ളം കുടിക്കുകയും ചെയ്യാം. ബോഡിയെ നല്ല രീതിയിൽ നമ്മൾ ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. കേട്ടല്ലോ ഡോക്ടർ പറഞ്ഞത്. അതായത് നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും മാറാൻ ഇത്തരം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ മല മറിക്കുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ വയാഗ്ര പോലെ ഒരുപാട് പൈസ കൊടുത്ത് മെഡിസിൻ വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങളെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ക്ലിയർ ചെയ്യുക. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് വളരെ സിമ്പിളല്ലേ, നിങ്ങൾ സ്ഥിരമായിട്ട് എപ്പോഴും നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അതെ, നിങ്ങളൊന്ന് ഓർഡർ മാറ്റിയാൽ മതി. നിങ്ങൾ നല്ല പോലെ പിന്നെ ചോറ് കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ചോറ് കഴിച്ചിട്ട് കുറച്ച് ഫൈബറും കുറച്ച് പ്രോട്ടീനും കൂട്ടി കഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമായിരിക്കും ചിക്കൻ, ഇഷ്ടം പോലെ കഴിക്കാം എന്നുള്ളതല്ല. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം കഴിക്കുന്നത് വളരെ കുറഞ്ഞ അളവിലായിരിക്കും നിങ്ങൾ കഴിക്കുന്നത്. അത് കുറച്ചും കൂടെ വേണമെങ്കിൽ കൂട്ടിയിട്ട് ചോറിന്റെ അളവ് പരമാവധി കുറയ്ക്കുക. അതങ്ങനെ രൂപത്തിൽ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ്, നേരത്തെ പറഞ്ഞ ക്യുക്കുംബർ, ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയെ നല്ല പോലെ ഒന്ന് തണുപ്പിച്ച് തരും, നല്ല തണുപ്പിച്ച് തരും നമ്മളെ ബോഡിയിൽ വെള്ളത്തിന്റെ. അതേപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഞാൻ സംസാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് എസ്പെഷ്യലി സ്ലീപ്പ് കുറവായിരിക്കും, ഉറക്കം കുറവായിരിക്കും എന്നുള്ളതാണ്. ഈ ഉറക്കം കുറയുന്ന സമയത്ത് ബോഡി ടെമ്പറേച്ചർ നല്ലോണം കൂടും. അതായത് ഇപ്പോൾ ഇപ്പോൾ ഉറങ്ങുന്നുണ്ട്, ഇപ്പോൾ ചില പേഷ്യൻസ്, ഡോക്ടർ എനിക്ക് ഉറക്കത്തിന് പ്രശ്നമൊന്നുമില്ലാരോ. അപ്പോൾ അവരുടെ സമയം ചോദിക്കും, നിങ്ങൾ എപ്പോഴാണ് കിടക്കൽ? ഞാനൊരു 12 മണിക്ക് കിടക്കും. എത്ര മണിക്ക് കിടക്കൽ എപ്പോഴാണ്, ഉറങ്ങൽ എപ്പോഴാണ് നോക്കും. അപ്പോൾ 2 മണിയാവും. കിടക്കുന്ന 12 മണിക്കാണ്, 2 മണി ചിലപ്പോൾ ഫോണുക്കോ അല്ലെങ്കിൽ നാട്ടിൽ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ അത് എണീക്കൽ ചിലപ്പോൾ സുബീനെ നേരത്തെ, അല്ലെങ്കിൽ ആ ഒരു 5 മണിക്ക്. അപ്പോൾ നോക്കുമ്പോൾ ടൈം എപ്പോഴാണ്, ആകെ 3-4 മണിക്കൂർ മാക്സിമം കിട്ടും എന്നുള്ളതാണ്. ഇനി അതുമല്ല, നല്ല രീതിയിൽ സമയത്ത് കിടക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഇവർ പെട്ടെന്ന് ഞെട്ടെണീക്കും. ജസ്റ്റ് ഒരു വാതിലൊന്ന് ആരെങ്കിലും അടച്ചതായിരിക്കും, അല്ലെങ്കിൽ ആരോ വന്ന് ലൈറ്റ് ഇട്ടൊന്നോ ജസ്റ്റ് ഒന്ന് ഓണാക്കിയതായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പുറത്ത് പറമ്പിൽ ചിലപ്പോൾ തേങ്ങ വീണതായിരിക്കും. ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഞെട്ടും, പിന്നെ ഉറക്കില്ല. അപ്പോൾ അത് എന്താ വെച്ചാൽ ആക്ച്വലി അവിടെ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ല. ഓവർ തോട്ട്സ് നല്ലോണം വരിക, അല്ലെങ്കിൽ അൺവാണ്ടഡ് തോട്ട്സുകൾ വരിക, അതിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകൾക്ക് ഡീപ്പ് സ്ലീപ്പ് പ്രോപ്പറായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് ബോഡി ഇങ്ങനത്തെ കണ്ടീഷൻ നല്ല ഹൈപ്പർ ആയിരിക്കും. അങ്ങനെ ആളുകൾ BP കൂടും. ഇതേപോലെ ഈ പ്രീമച്ചുർ ഇജാക്കുലേഷൻ നല്ലോണം വരും. അപ്പോൾ ഒന്നുമില്ല, ഈ പറഞ്ഞതുപോലെ കണ്ടീഷൻ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറക്കം കുറവിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ക്ലിയർ ചെയ്യണം. അല്ലാതെ ഇവിടെ പുറത്ത് പോയിട്ട് നമ്മൾ ഇത് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. അതെ, നിങ്ങൾ ഒന്നും പേടിക്കണ്ട. ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഡോക്ടറുടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരികയും ചെയ്യാം. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് ആളുകൾ നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ പറയുകയും അവർക്ക് മെഡിസിൻ അയച്ചു കൊടുക്കുകയും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത് മതി. ഡോക്ടർ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. പിന്നെ ഇത്തരം നേരത്തെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ അടുത്ത ഒരു കാര്യം ഡിസ്കസ് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ എക്സസൈസുകൾ, അല്ല എന്തെങ്കിലും കുറച്ച് എക്സസൈസ് ചെയ്താൽ പലപ്പോഴും നമ്മൾ ഒരു എനർജി ബൂസ്റ്റ് ആയി കിട്ടാറുണ്ടല്ലോ സാധാരണ. അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് അതിൽ എസ്പെഷ്യലി ഞാൻ പൊതുവെ പറയാനുള്ള പേഷ്യൻസിന് കീഗൽ എക്സസൈസ് പറഞ്ഞ സംഗതിയുണ്ട്. നമ്മുടെ ഈ ഒരു പെൽവിക് ഫ്ലോറിലാകുന്ന മസിൽസുകൾ എന്ത് ചെയ്യും, നല്ല സ്ട്രെങ്ത് കിട്ടാനും അതുപോലെ അവിടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ടൈമിങ്ങിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബീജം ഉൽപ്പാദനത്തിനും അത് നല്ലോണം നല്ലതാണ്. അതുപോലെ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനൊക്കെ നല്ലതാണ്. എക്സസൈസ് പൊതുവേ നല്ലതാണ് ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കീഗൽ എക്സസൈസ് എന്ന് പറയുന്നത് അത് നമുക്ക് വീട്ടിൽ തന്നെ റൂമിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന സംഗതിയേ ഉള്ളൂ. അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാണ്. ഞാൻ ഇത് പേഷ്യൻസിനോടൊക്കെ പറയും. പേഷ്യൻസ് എന്ത് ചെയ്യും, തുടക്കത്തിലൊക്കെ ശ്രദ്ധിക്കും. പിന്നെ ഇത് ട്രാക്കിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വേഗം
പഴയ പോലെ തന്നെ ആയി പോകും. അത് ചെയ്യരുത്. നമ്മൾ ജീവിത ശൈലി എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമാക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പാറ്റേൺ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പോകാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കീഗൽ എക്സസൈസ് എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫിന് ഒരു ഭാഗമാക്കി കൊണ്ടുവരിക. എസ്പെഷ്യലി ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആളുകൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റുക, സർക്കുലേഷനും മസിൽ സ്ട്രെങ്ത് ഒക്കെ കീപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് നല്ല രീതിയിൽ മാറ്റി കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ പുറമെ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള മസ്കുലർ ആക്ഷൻ, ഇപ്പോൾ എസ്പെഷ്യലി ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ ബോഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പുരുഷ ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞാൽ നല്ല എനർജി കുറവായിരിക്കും പുരുഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എനർജി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ടൈമിങ് നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, സ്ട്രെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഉദ്ധാരം നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മസ്കുലർ ആക്ടിവിറ്റി നല്ല രീതിയിൽ ചെയ്യണം. പക്ഷെ അവിടെ ശ്രദ്ധിക്കാനുള്ളൊരു പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പല ആളുകളും ഇന്ന് ജിമ്മിൽ പോകുന്നത്, വർക്കൗട്ട് പോകുന്നത് രാത്രിയിലാണ്. അത് മിസ്റ്റേക്കാണ്. എസ്പെഷ്യലി അതായത് നിങ്ങളൊരു 10 മണിക്ക് കിടക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് 6 മണി 7 മണിക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ എക്സസൈസ് ഇവിടെ നിർത്തണം. അല്ലാതെ മിക്ക ആളുകൾ എന്ത് ചെയ്യല്, നേരെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ജിമ്മിൽ പോകും. ജിമ്മിൽ വന്നിട്ട് നേരെ കുളിച്ച് നേരെ, അല്ലെങ്കിൽ നേരെ തന്നെ പോയിട്ട് എന്ത് ചെയ്യും, ബെഡ്റൂമിലേക്ക് പോകും. അതൊരിക്കലും ചെയ്യരുത്. അത് നിങ്ങളുടെ സ്ലീപ്പിനെ നല്ലോണം ബാധിക്കും, നിങ്ങളുടെ എനർജിനെ നല്ലോണം ബാധിക്കും. അത് നല്ല രീതിയിൽ എന്ത് ചെയ്യും, സ്ട്രെസ് ഉണ്ടാക്കുന്ന സാധനം. അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഹോർമോണുകൾ ഉണ്ടാകുന്നുണ്ട്, സർക്കുലേഷൻ കൂടുന്നുണ്ട്, ഭയങ്കര ഹൈപ്പർ ലെവലിലേക്ക് ബോഡി പോകും. ആ ഹൈപ്പർ ലെവലിലേക്ക് ബോഡി പോയിട്ടുണ്ടെങ്കിൽ ഉറക്കത്തെ നല്ലോണം ബാധിക്കും, നമ്മുടെ ടോട്ടൽ എനർജി ലോസിലേക്ക് അത് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ എക്സസൈസ് നല്ലതാണെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യരുത്, തോന്നിയ സമയത്ത് ചെയ്യരുത്. അതിനൊരു ടൈമിംഗ് ഉണ്ട്. നമ്മൾ പൊതുവെ പറയലുണ്ട്, ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യണം, വിശക്കുന്ന സമയത്ത് കഴിക്കണം, അതിൽ എപ്പോഴും കഴിക്കാൻ പാടില്ല, ഒരു സമയമുണ്ട്. അപ്പോൾ എന്നതുപോലെ തന്നെ എക്സസൈസും ചെയ്യേണ്ടത്. മിക്ക ആളുകളും, എൻ്റെ അടുത്ത് വരുന്ന മിക്ക ആളുകളും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നതാണ്, ഈ പറഞ്ഞതുപോലെ എല്ലാം കഴിഞ്ഞിട്ട് രാത്രി സമയത്ത് ചെയ്യുന്നു. അതിലൂടെ ലോ എനർജി ഉണ്ടാകുന്ന പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തിനാണ്, എക്സസൈസിൻ്റെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം. അതെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കൂട്ടിയെടുക്കാൻ പറ്റും. അത് നോർമലി നിങ്ങൾ ചെയ്യുന്ന രൂപത്തിൽ ചെയ്താൽ, സാറ് പറഞ്ഞ രൂപത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എഫക്റ്റ് കിട്ടും. പിന്നെ ഈ ടൈമിങ്ങിൻ്റെ രൂപത്തിൽ നമുക്ക് എന്തെങ്കിലും ടെക്നിക്കുകൾ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. അതായത് അവിടെ ഇപ്പം പലപ്പോഴും പറഞ്ഞു കേട്ടുള്ള കാര്യമാണ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് മെത്തേഡുകൾ, റിവേഴ്സ് കൗണ്ടിങ്, പിന്നെ അതുപോലെ തന്നെ സ്ക്വീസിങ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ ശരിക്കും വർക്ക് ആണോ? അത് വർക്കിംഗ് ആണ്, പക്ഷെ അത് റിസ്ക് ആയിട്ടാണ് പല ആളുകൾക്കും ഉണ്ടാവാറുള്ളത്. അത് ഒന്നെന്താ വെച്ചാൽ ബന്ധപ്പെടുന്നതിനിടയിൽ എന്ത് ചെയ്യുക, സ്കലനം സംഭവിക്കുന്നതിന് മുമ്പ് വീണ്ടും ഔട്ടർ എടുക്കുക, പിന്നെ അത് വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ ബന്ധപ്പെടുക എന്നുള്ളതാണ്. അതേപോലെ ബന്ധപ്പെടാൻ സ്കലനം സംഭവിക്കുന്ന സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് സ്ക്യൂസ് ചെയ്താൽ പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. പുരുഷൻ്റെ ലിംഗം പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ പഴയ രീതിയിലേക്ക് പോകും, വീണ്ടും ബന്ധപ്പെടുക എന്നുള്ളതാണ്. പിന്നെ അത് ചില ആളുകൾക്ക് അത് വർക്കൗട്ട് ആകും, പക്ഷെ അത് കുറച്ച് റിസ്കി മെത്തേഡ്. പ്രാക്ടിക്കലി പല ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പോസിബിൾ ആയിക്കൊള്ളുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അതിനേക്കാളും ചില ആളുകൾക്ക് ഇത് ഉണ്ടാകാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. സ്കിന്നിൽ ഹൈപ്പറായിട്ട് സെൻസിറ്റിവിറ്റി ആണ്. അത് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സമയത്ത് എന്ത് ചെയ്യും, ഹൈപ്പറായിട്ട് അമിതമായിട്ട് ഒരു സെൻസേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ പെട്ടെന്ന് സ്കലനം സംഭവിക്കുന്ന കണ്ടീഷൻ വരാറുണ്ട്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കോണ്ടം അപ്ലൈ ചെയ്യാന്നുള്ള, കോണ്ടം യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് സ്കിന്നിൻ്റെ മുകളിൽ എക്സ്റ്റേണൽ ഒരു കവറിങ് വരാം. അപ്പോൾ സെൻസേഷൻ എന്ത് ചെയ്യും, ഒരു കുറവുണ്ടാവും. ആ കുറവ് വരുന്ന സമയത്ത് എന്താ, അപ്പോൾ 1 മിനിറ്റ് നിങ്ങൾക്ക് ടൈം ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഒരു 3-4 മിനിറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ഈ സെൻസേഷൻ ഹൈപ്പർ ആയിട്ടുള്ള ആളുകൾക്ക് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഗതിയാണ്. പിന്നെ ഇതിൽ ശരിക്കും ഫസ്റ്റ് ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു, എന്നോടത് വിട്ടുപോയതാണ്. ശരിക്കും ഒരു മനുഷ്യൻ്റെ മാക്സിമം ഒരു പുരുഷന് നോർമൽ കണ്ടീഷനിൽ എത്ര സമയം വരെ കിട്ടും? ഇത് ചിലപ്പോൾ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ പല കൺഫ്യൂഷൻസും തീരായിരുന്നു. കാരണം ആളുകൾ പോൺ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് 1.5 മണിക്കൂറൊക്കെ നല്ല ശക്തമായിട്ട് നിൽക്കാൻ പറ്റും, പല പൊസിഷൻസ് ഒക്കെ നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്ന ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. നമ്മളെ ഈ ചെക്കന്മാരുടെ ഇടയിലൊക്കെ പൊതുവെ നല്ല 1.5 മണിക്കൂർ നല്ല കളി തന്നെയായിരിക്കും എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരെ ഉണ്ടാറുണ്ട്. ഒന്നും നടക്കൂല. എത്ര ടൈം മാക്സിമം? ഏറ്റവും മിനിമം നമ്മൾ പറയാറുള്ള ഒരു 5 മുതൽ 7 മിനിറ്റാണ് മിനിമം പറയാറുള്ളത്. മാക്സിമം പോയാൽ ചില ആളുകൾക്ക് 20-30 മിനിറ്റ് വരെ മാക്സിമത്തിൽ കിട്ടാറുണ്ടെന്നില്ല, അല്ലാതെ മണിക്കൂറുകളോളം നീളുന്ന ഒരവസ്ഥയില്ല. കാരണം ഇത് ഹൈ എനർജി ഉള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്തെങ്കിലും അത്ര ലെങ്ത്തിൽ പോകില്ല. അങ്ങനെ ചെയ്താൽ തന്നെ ആളെന്ത് ചെയ്യും, ആൾ നല്ല രീതിയിൽ ഡൗൺ ആയി പോവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു നോർമൽ ടൈം എന്ന് പറഞ്ഞാൽ ഒരു 5-7 അപ് ടു ഒരു 20-30 വരെ മാക്സിമം ഒക്കെ കിട്ടുള്ളൂ. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ബെഡ്റൂമിൽ പെർഫോമൻസ് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ അപ്പുറം ഒരു എന്തെങ്കിലും സംഗതി കണ്ടിട്ട് ഒരു ഇമാജിനേഷനിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന നോർമൽ പെർഫോമൻസ് അവിടെ നഷ്ടപ്പെടുന്നുള്ളൂ. അതിൽ ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കുകയാണ്. ഈ 5 മുതൽ 7 മിനിറ്റ് എന്ന് പറയുന്നത് പെനട്രേഷൻ്റെ സമയമാണോ, അതല്ലാന്നുണ്ടെങ്കിൽ
ഫോർ പ്ലേ മുതൽ അല്ല, end അല്ല, ചെയ്യുന്ന സമയമാണ്. പെനിട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഉള്ള ആ ഒരു ടൈമിംഗ് ആണുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം തന്നെ ഓൾറെഡി നിങ്ങൾ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഡോക്ടറുടെ ഓൺലൈൻ ഓഫ്ലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ അവൈലബിൾ ആയിരിക്കും. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്